ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും സോൾമേറ്റ് ആണെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ അബ്രോഡ് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ അബ്രോഡ് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നു. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സൈക്കിൾ എൻഡ് ആയതായിട്ട് കാണുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഈ ഒരു എൻഡായ സമയത്ത് നിങ്ങളിൽ ഒരാൾ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടാകാം ഇതിനോടകം തന്നെ. അതാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ എനർജി എന്നാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ എനർജി അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. അതായത് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു പേഴ്സൺ അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല, ഇങ്ങോട്ടും വരാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നു. ചിലപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ വ്യക്തികളായിരിക്കില്ല, ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജോബ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം. എന്തായാലും അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി വളരെയധികം സ്റ്റക്കാണെന്നാണ് കാണുന്നത്. ഇവിടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ നേരിടുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നു. അതായത് ഈ ഒരു വ്യക്തി വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. അതായത് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ഒരുപാട് ഫാൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് ചെയ്യുന്ന ജോലിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നു. എന്തായാലും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ്, ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആൻഡ് ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. എന്തൊക്കെ എൻലൈറ്റ്മെൻറ്റ് കിട്ടിയതായിട്ട് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് ആണ് ഈ ഒരു പേഴ്സണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ എനർജി അനുസരിച്ച് ആ ഒരു പേഴ്സൺ ഹീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. അത് പാസ്റ്റിൽ ഒരുപാട് വേദനകൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നേരിട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ എന്തൊക്കെയോ സ്പിരിച്വൽ അവേക്കനിങ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഇതിനോടകം തന്നെ ഈ ഒരു പേഴ്സൺ വന്നിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി സ്റ്റക്കാണെന്ന് പറയുന്നത് ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾ തന്നെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രോബ്ലം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്നത്. ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് നോക്കാം. ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിനെ പോലെയാണ്. അതായത് എന്ത് കാര്യവും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. അതാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ടവർക്ക്, പക്ഷേ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. കുറച്ചുകൂടി കാർഡ്സ് നോക്കാം. ഇപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും റീസെൻ്റായിട്ടൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ വന്നതായിട്ട് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സങ്കടത്തിലാണെന്നാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ട് പിന്നെയും ഒരു റിയൂണിയൻ ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നു.
ഇവിടെ നിങ്ങൾ തമ്മിലൊരു ഫൈറ്റിംഗ് എനർജി കാണുന്നുണ്ട്. അതായത് ഒരാൾക്ക് ഒരാൾ വിട്ടുകൊടുക്കാത്ത ഒരവസ്ഥ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ കരുതുന്നുണ്ടായിരിക്കാം, അതായത് ഓൾറെഡി നിങ്ങളുടെ പേഴ്സൺ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് വരട്ടെ എന്നുള്ള രീതിയിൽ, അതായത് എനിക്ക് മാത്രം താഴ്ന്നു തന്നാൽ മതിയോ, നിനക്ക് താഴ്ന്നു തന്നുകൂടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോമ്പറ്റീഷൻ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ആ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഈ ഒരു പേഴ്സണെ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഇപ്പോൾ തയ്യാറല്ലെന്നാണ് കാണുന്നത്. കാരണം ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ ഇപ്പോൾ റെഡിയല്ല. അതായത് ഒരു ഡിസിഷൻ എടുക്കാനോ ഒരു ആക്ഷൻ എടുക്കാനോ ഒരു കമ്മിറ്റ്മെൻറ്റിനോ ഒന്നും ഇപ്പോൾ തയ്യാറല്ലെന്നാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ടായിരിക്കാം, അതുപോലെ കെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ സമയം പോലും നോക്കാതെ ആ ഒരു വ്യക്തി ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നതും. നിങ്ങൾ അങ്ങോട്ട് ഒരു ആക്ഷൻ എടുത്ത് വരട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നെങ്കിലും നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, അല്ലെ ഒരാൾ കോംപ്രമൈസ് ചെയ്താൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ, എന്നാൽ മാത്രമേ ഇവിടെ ഒരു റീയൂണിയൻ പോസിബിൾ ആകൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. അതായത് ഒരു കോംപ്രമൈസിന് ഒരാൾ തയ്യാറാവണം. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു കോമ്പറ്റീഷൻ എനർജി സൂക്ഷിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരാൾ കോംപ്രമൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ റീയൂണിയൻ നടക്കൂ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. എന്തായാലും ഇവിടെ ഈ ഒരു പേഴ്സൺ വളരെയധികം സ്റ്റക്കാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകാൻ അവർക്ക് കഴിയുകയില്ല, പക്ഷേ എന്നാൽ മുന്നോട്ട് പോകാനായിട്ടും, അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കുന്നില്ല. അപ്പം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. അപ്പം ഒരു കോമ്പറ്റീഷൻ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സൂക്ഷിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല, അല്ല നിങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു കോംപ്രമൈസ് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ സാധ്യമാകൂ എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു. നിങ്ങൾ തമ്മിൽ ഒന്നെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി നിങ്ങളുടെ പേഴ്സണൽ സോൾ മെസ്സേജാണ് നോക്കുന്നത്. നമുക്കിപ്പോൾ മൈൻഡിൽ നിന്നുള്ള ആ ഒരു ഫീലിങ്സ് മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. അവരുടെ മൈൻഡ് പറയുന്ന ഫീലിങ്സാണ് നമ്മൾ എത്രയും നോക്കിയത്. ഇനി അവരുടെ സോൾ മെസ്സേജാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം മറച്ചു വെച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾ തമ്മിലൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തി അവരുടെ ആ ഒരു ഇമോഷൻസ് നിങ്ങളുമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കരുതും അവർക്ക് നിങ്ങളോട് ഒരു ഇഷ്ടവുമില്ല, ഒരു സ്നേഹവുമില്ല എന്നുള്ളത് നിങ്ങൾ കരുതും. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു കോളിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു മെസ്സേജിനായിരിക്കാം, എന്തായാലും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷേ ഇവരുടെ ഫീലിങ്സ് ഇവർ എക്സ്പ്രസ് ചെയ്യത്തില്ല. ഇവരൊരു ബൗണ്ടറീസിനുള്ളിലായിരിക്കാം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ വളരെയധികം ഒരു മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് കംപ്ലീറ്റ് ആകില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തിക്ക് ഒരു സന്തോഷമുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കൂടെ ഒരുപാട് സന്തോഷങ്ങളുണ്ടെങ്കിലും നിങ്ങളെന്നുള്ള വ്യക്തി എന്നുള്ള ആ ഒരു സന്തോഷം, അതാണ് ആ ഒരു വ്യക്തി പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങളിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു വ്യക്തി പ്രതീക്ഷിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷേ അവരിപ്പോൾ അവരുടെ ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ തയ്യാറല്ല. നമുക്ക് അവരുടെ ആക്ഷൻ നോക്കിയപ്പോൾ അവരിപ്പോൾ ഒരു ആക്ഷൻ എടുത്ത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കണമെന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. കുറച്ചുകൂടെ കാർഡ്സ് നോക്കാം.
അതുപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി വിചാരിക്കുന്ന ഇനി നിങ്ങളെ ആ ഒരു വ്യക്തി, അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയെ പറ്റിക്കുകയാണോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ വല്ലതും വന്ന് കാണുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ കാര്യം ആ ഒരു വ്യക്തിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് തോട്ട്സ് അടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പിണക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ വന്നു കാണുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം സങ്കടത്തിലാണ് അത് ഓർത്തിട്ട്. കാരണം ഈ ഒരു നെഗറ്റീവ് ചിന്തകളെല്ലാം തന്നെ ആ ഒരു വ്യക്തിയെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്തകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് വളരെയധികം ഭയവും സങ്കടവും ഉള്ളതായിട്ടാണ് കാണുന്നത്. കാരണം ആ ഒരു വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ഡിസിഷൻ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആ ഒരു വ്യക്തി റെഡി അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് ഈ ഒരു സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡെത്ത് ആൻഡ് റീബർത്താണ് സംഭവിച്ചേക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൾറെഡി എൻഡായി പോയിട്ടുണ്ടായിരിക്കാം ഇതിനോടകം തന്നെ, പക്ഷേ അതിനൊരു റീബർത്ത് ഉണ്ടാവുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം നിങ്ങൾ ഒരുപാട് എഫേർട്സ് ഇടുന്നു, പക്ഷേ അതിന് ഞാൻ എത്രയൊക്കെ എഫേർട്സ് ഇട്ടിട്ടും ഇതിനൊരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ലല്ലോ, അല്ലെ ഞാൻ എത്രയൊക്കെ ഒരു ആക്ഷൻ എടുത്തിട്ടും ഇതിനൊരു പോസിബിലിറ്റി ഉണ്ടാവുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതിനൊരു ഗ്രോത്ത് ഫ്യൂച്ചറിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലം എല്ലാം അവസാനിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാവാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ച് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം. കാരണം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പെട്ടെന്നായിരിക്കാം ഒരു ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം. നിങ്ങൾ ഈ ഒരു സമയം വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെ ഇതിനൊരു ഗ്രോത്ത് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലായിരിക്കാം. അതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ ഇതിനൊരു ഹോപ്പ് ഉള്ളതായിട്ട് കാണുന്നു. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരു കോംപ്രമൈസിന് റെഡി ആവണം. അതായത് ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കോമ്പറ്റീഷൻ എനർജിയാണ് കാണുന്നത്. അതായത് ഒരാൾ ചിന്തിക്കുന്നു ഒരാൾ ഇങ്ങോട്ട് വരട്ടെ, അതായത് ഒരാൾക്ക് തോറ്റു കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കുമ്പോൾ എനിക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്തെന്നാൽ നിങ്ങളിൽ ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് റെഡി ആവണം. അതായത് ഈ ഒരു കോമ്പറ്റീഷൻ എനർജി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം അങ്ങനെ കോംപ്രമൈസിന് റെഡി അല്ലെന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ ആരെങ്കിലും കോംപ്രമൈസിന് റെഡി ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇപ്പോൾ തരുന്ന ഗൈഡൻസ്. അതായത് ഒരാൾ കോംപ്രമൈസിന് റെഡി ആവണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരാൾ കോമ്പറ്റീഷൻ എനർജി ആയിരിക്കാം സൂക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോമ്പറ്റീഷൻ എനർജിയൊക്കെ മാറ്റി ഒരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ടതുണ്ട്, അല്ലെ നിങ്ങൾ രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് വളരെയധികം കാണുന്നു. ഇവിടെ വന്നിരിക്കുന്ന ക്ലോസും കൂടി നോക്കാം. കർക്കിടകം,
ഇടുക്കി, കന്നി മന്ത് 1987, 22. ആയില്യം, ഹെൽത്ത് ഇഷ്യൂസ്. അത്തം നക്ഷത്രം നമ്പർ 50, കോഴിക്കോട്, ഫ്രൈഡേ നമ്പർ 30, 2023. മുംബൈ, യു ക്യാൻ ട്രസ്റ്റ്, ലോങ് നെയിൽ മൂവീസ് നമ്പർ 47, 2019. പാസ്റ്റ് ലൈഫ് കണക്ഷൻ 34, 2002. 2 weeks, 1 week, പുണർദം, ടുഡേ, മൺഡേ, യെസ് പോസിബിൾ. അനിഴം നക്ഷത്രം അബുദാബി 31, 1999. ലെറ്റർ ഇ, തേഴ്സ്ഡേ. തുലാം, ചെന്നൈ, ദുബായ്. പിങ്ക് കളർ, ഫോട്ടോഗ്രാഫി, മ്യൂസിക് 38, 36. നമ്പർ 10. മിഥുനം, ധനു, വൃശ്ചികം 22, 1974. 9, 26, 1985. അക്കൗണ്ടൻറ്റ് നമ്പർ 33, ഷാർജ. ലെറ്റർ യു, ലോങ് നെയിൽ നമ്പർ 6. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻ എനർജി ഉണ്ടെങ്കിൽ നിങ്ങളത് റിലീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ, ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അതായിരുന്നു നമുക്ക് യൂണിവേഴ്സ് തന്ന ഗൈഡൻസ്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അടുക്കൽ നിന്ന് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.